വെള്ള സാരി കറുത്ത ബ്ലൗസ് ഇടുന്നു, കറുത്ത സാരി വെള്ള ബ്ലൗസും ഷർട്ടും പാൻറ്റും ഇടാം. ഏയ് ദൃശ്യ, യെസ് മാം. തൻ്റെ ഡ്രാഫ്റ്റിംഗ് ഞാൻ കണ്ടിരുന്നു. സത്യം പറയാലോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബിഗിനർ ലോവർ താങ്ക് യു ചെയ്തതാണെന്ന് മാം. തോന്നുന്നേ ഇല്ല. പ്രൊഫഷണലായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആരോ ചെയ്ത പോലെയുണ്ട്. വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സോ മച്ച് മാം. പണിയെടുത്ത് ChatGPT ആണെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്തത് ഞാനല്ലേ, അപ്പൊ പിന്നെ കുറച്ച് ക്രെഡിറ്റ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. വാദങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്തിനാ വക്കീലെ ഒബ്ജക്ഷൻ? നിങ്ങൾ പറഞ്ഞ പോലെ പ്രതിക്ക് ശിക്ഷ കൊടുത്തില്ലേ? യുവർ ഓണർ, ഈ നിൽക്കുന്ന പ്രതിക്ക് നീറ്റ് എക്സാം എഴുതി റാങ്ക് കിട്ടി MBBS അഡ്മിഷൻ കിട്ടിയിട്ട് ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുമെന്നല്ല ഞാൻ ഇവിടെ കിടന്ന് വാദിച്ചത്. ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നവനാണ് ഇവൻ. ഇവനേക്ക് എന്തിനാണ് സർക്കാർ ജനലിൽ തീറ്റിപ്പോറ്റുന്നത്? വല്ല തൂക്കിയാലും കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് കൊന്നു കളഞ്ഞൂടെ? വെറുതെ സർക്കാരിന് പൈസ പറഞ്ഞിട്ട് ഓരോ പാഴ്ചതകൾ. അല്ല സൂസമാക്കിയില്ലേ, ഞാനൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുക. അല്ലാതെ ഈ പണിക്ക് പോയിട്ട് പ്രതിക്ക് സെറ്റിൽ ആവും എനിക്ക് തോന്നണില്ല. അല്ല, എന്ത് ബിസിനസ് തുടങ്ങാനാ പ്ലാൻ? അത് നമ്മുടെ കോടതിയുടെ ഫ്രണ്ടില്ലേ, ഈ ഗൗണും കോട്ടൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ട് റെന്റൽ ഷോപ്പ് തുടങ്ങിയാൽ ഇങ്ങനെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ടില്ല? കൂടെ മറ്റേ കൂൾ ബാർ സെറ്റപ്പ് ഉണ്ടാവും. ഫോട്ടോ സ്റ്റാർട്ട് കട കൂടെ ആയാലോ? അപ്പൊ പൊളിക്കൂലേ? ആ വക്കീലേ, യെസ് മാം. ആ ഡിവോഴ്സ് പെറ്റീഷന് വന്നിട്ടുള്ള ക്ലയൻസിനെ അകത്തോട്ട് വിളിക്കുക. ഓക്കെ. ഡിവോഴ്സ് പെറ്റീഷന് വന്നിട്ടുള്ള ആര്യ അഖിൽ ഇവിടെ ഉണ്ടോ? അതെ മാം. മോൾ എത്രയിലാണ് പഠിക്കുന്നേ? എൻ്റെ മോൾ ഈ മാസം ജൂണിൽ LKG-ലേക്കാ മാം. ഓക്കെ. എത്രാം വയസ്സിലായിരുന്നു കല്യാണം? എനിക്ക് 18, അഖിലേട്ടന് 21. മാം അകത്ത് വിളിക്കുന്നുണ്ട്, ചെല്ല്. പൊടി പിള്ളേരെ കല്യാണം കഴിച്ച് പിള്ളേരെ ഡിവോഴ്സ് ആയി. നീയൊക്കെ ഇനി എന്നോ